കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഗോപുരം തകർന്നു വീഴുന്നതിനെ തുടർന്ന് തകരാറിലായ ട്രെയിൻ ഗതാഗതം അത് സാധാരണ നിലയിലാകാൻ വൈകും എന്നാണ് വിവരം. 1-4 ട്രാക്കിലൂടെ മാത്രമാണ് ട്രെയിനുകൾ കടത്തിവിടുന്നത്. ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന ഗോപുരമാണ് തകർന്നത്. രാഹുൽ KV വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ട്രെയിൻ ഗതാഗതം അത് പഴയപടിയാകാൻ കുറച്ചുകൂടി വൈകുമല്ലേ? അപ്പോൾ ആ ഒരു ശ്രദ്ധയൊക്കെ യാത്രക്കാർക്ക് വേണം. അത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വരാം. അതിലാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ് ഇത് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അതെങ്ങനെ പുരോഗമിക്കുന്നു? പൂജ, പ്രധാനപ്പെട്ട യാത്രക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ കുറച്ച് പങ്കുവെക്കാനുണ്ട്. അതായത് ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിക്കേണ്ടതാണ് ഉച്ചയ്ക്ക് 1:45-ന്. ഇന്നലെ അത് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടിരുന്നത് വൈകി 3:30 പക്ഷേ ഇന്ന് ഏതായാലും ജനശതാബ്ദി എക്സ്പ്രസിന്റെ യാത്ര 1:45-ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് റെയിൽവേ നിലവിൽ അറിയിക്കുന്നത്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ 1:45-ന് ജനശതാബ്ദി എക്സ്പ്രസ് യാത്ര ആരംഭിക്കും. ഒപ്പം തന്നെ കോഴിക്കോട് ബംഗളൂരു യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇന്നലെ വെസ്റ്റ് ഹില്ലിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടിരുന്നത് വൈകിട്ട് 3:30 പക്ഷേ ആ ട്രെയിനിൻ്റെ യാത്രയും ഇന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ തുടങ്ങും എന്നുകൂടി റെയിൽവേ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ 2-3 ട്രാക്കുകളിലാണ് ഈ ഒരു പ്രതിസന്ധി ഉള്ളത്. ആ 2-3 ട്രാക്കുകൾ സാധാരണയായി കൂടുതലായും ഉപയോഗിക്കുന്നത് പാസഞ്ചർ ട്രെയിനുകളും അതുപോലെ ചരക്ക് ട്രെയിനുകളുമാണ്. അപ്പോൾ ആ പാസഞ്ചർ ട്രെയിനുകളെ സംബന്ധിച്ച് നിയന്ത്രണം അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ട്. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ 9:15 കോഴിക്കോട് 9:05 കോഴിക്കോട് എത്തേണ്ടതാണ്. ആ ട്രെയിൻ പക്ഷേ വെസ്റ്റ് ഹിൽ വരെ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. തിരിച്ച് സർവീസ് ആരംഭിക്കുന്നതും വെസ്റ്റ് ഹില്ലിൽ നിന്ന് തന്നെയാണ്. അതായത് വെസ്റ്റ് ഹില്ല് മുതൽ കോഴിക്കോട് വരെയുള്ള യാത്ര അത് റദ്ദ് ചെയ്തിരിക്കുന്നു, ക്യാൻസലാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലുള്ളത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ഏകദേശം ഒരു 5 മിനിറ്റോളം മാത്രം വൈകി 1ാമത്തെ ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇതുവഴി കടന്നു പോകേണ്ടുന്ന കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിക്കേണ്ടതായ ട്രെയിനുകളെ സംബന്ധിച്ചാണ് ആ ബുദ്ധിമുട്ടും പ്രയാസവും കൂടുതലായും ഉണ്ടായിരുന്നത്. അതിൽ ഇതുവഴി കടന്നു പോകേണ്ടുന്നതായ ട്രെയിനുകളെ കൃത്യമായി സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ ചെറിയ സമയതാമസം ഒക്കെ ഒക്കെ തന്നെയായി 1-4 ട്രാക്കുകളിലൂടെ പ്ലാറ്റ്ഫോമുകളിലൂടെ നിലവിൽ കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യം. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ വന്ദേ ഭാരതിൽ യാത്രക്കാർ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. അപ്പം ഈ ഗോപുരം പൊളിക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. തൊഴിലാളികൾ അതിന് മുകളിൽ കയറി നിന്ന് ഡ്രില്ലറും കമ്പിപ്പാരയും ഒക്കെ ഉപയോഗിച്ച് കല്ലുകൾ ഓരോന്നായി അടർത്തിയെടുത്ത് താഴേക്കിട്ടാണ് ആ പൊളിക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയും ഏറെ സമയമെടുക്കും അത് പൂർത്തിയാകാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ആ 2-3 ട്രാക്കുകളിലേക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് യാത്രക്കാരെയും ഒക്കെ തന്നെ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടർന്നു വരികയും ചെയ്യുന്നത്. അതിൽ ഗോപുരം പൊളിച്ചു നീക്കുന്നതിന് ഒരുപാട് സമയമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെ ഇല്ല. ഒപ്പം ഇന്നലെ നമ്മൾ ഇതിൻ്റെ ബലക്ഷയത്തെ സംബന്ധിച്ച കാലപ്പഴക്കത്തെ സംബന്ധിച്ചും ബലക്ഷയത്തെക്കുറിച്ചുമൊക്കെ റെയിൽവേ നേരത്തെ തന്നെ കണ്ടെത്തുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇന്നലെ പാസഞ്ചർ ട്രെയിൻ ട്രാക്കിൽ 2-ൽ വന്ന് നിർത്തി യാത്രക്കാരേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. അത് ഒരു വീഴ്ചയാണോ എന്നതിലടക്കമുള്ള പരിശോധന റെയിൽവേ നടത്തും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. ഏതായാലും പൂജ, നമ്മൾ വലിയ ആശങ്ക പങ്കുവെച്ച് വരുന്നത് പോലെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പങ്കുവെച്ചിരുന്നത് പോലെ അത്രയും വൈകി ട്രെയിനുകൾ ഓടേണ്ടുന്ന ഒരു സാഹചര്യമില്ല. പാസഞ്ചർ ട്രെയിനുകളെയൊക്കെ സംബന്ധിച്ച് ആണ് തൊട്ടടുത്ത സ്റ്റേഷൻ വെസ്റ്റ് ഹില്ലിൽ നിന്ന് അടക്കം സർവീസ് പോകുന്ന രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയിലേക്കായി ആവർത്തിച്ച് പറയുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് യാത്ര 1:45 പുറപ്പെടേണ്ട ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 4ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് യാത്ര തുടങ്ങുക എന്ന് റെയിൽവേ അറിയിക്കുകയാണ്. ഇന്നലെ അത് കല്ലായിൽ നിന്നാണ് തുടങ്ങിയിരുന്നത്. യാത്രക്കാർക്ക് കല്ലായി സ്റ്റേഷനിലേക്ക് പോകുന്നതിന് KSRTC ബസ്സുകളുടെ സേവനമടക്കം റെയിൽവേ ഒരുക്കി നൽകുകയും ചെയ്തിരുന്നു. പൂജ. ശരി, രാഹുൽ KV ആണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ യാത്രക്കാർ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും രാഹുൽ KV പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കണം. കഴിഞ്ഞ ദിവസം
മറ്റ് പല സ്റ്റേഷനിൽ നിന്നും ശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ, കോഴിക്കോട് തിരുവനന്തപുരം ശതാബ്ദി ഉൾപ്പെടെയുള്ള ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മറ്റ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ക്രമീകരണത്തിലൊക്കെ മാറ്റമൊക്കെ ഉണ്ട്, എന്നാലും അധികം കാലതാമസം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസത്തിന്റെ പോലെ അത്രയും ലേറ്റ് ആവുമൊന്നുമില്ല. എന്തായാലും സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യാത്ര ചെയ്യുന്നവർ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒപ്പം ഗോപുരം അത് മുഴുവൻ പൊളിച്ചു നീക്കാനുള്ള നടപടികളും ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്.